പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ശക്തമായ തിരിച്ചടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിൽ പ്രധാനമായിരുന്നു ഈ വ്യോമപാത അടയ്ക്കുന്നതും സമുദ്രപാത അടയ്ക്കുന്നതും ഒക്കെ. അത് ഒന്നൊന്നായി പ്രാബല്യത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ആര്യ, തീർച്ചയായും. അതായത് പാകിസ്ഥാന് മേൽ കൂടുതൽ നടപടി സ്വീകരിക്കുകയാണ്, കടുപ്പിക്കുകയാണ് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഇന്ന് ചേർന്ന സുരക്ഷാ രാഷ്ട്രീയകാര്യ സാമ്പത്തിക സമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തു. അതിനിടയിലാണ് ഇത്തരത്തിൽ വ്യോമപാത അടയ്ക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് കൈക്കൊള്ളുകയും ചെയ്തത്. അതിപ്പോൾ ഇന്ത്യ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ പാകിസ്ഥാൻ അതേ സമാനമായ രീതിയിൽ ഇന്ത്യക്ക് മേൽ ഇത്തരത്തിൽ വ്യോമപാത അടച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. അതിന് അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇനി ഒരു തരത്തിലും ഇന്ത്യക്ക് മുകളിലൂടെ പറക്കാൻ സാധിക്കില്ല, അത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. മറ്റ് സൈനിക വിമാനങ്ങൾക്കും ഇതേ രീതിയിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദേശ വിമാനങ്ങൾക്ക് അത്തരത്തിൽ ഇന്ത്യക്ക് മുകളിലൂടെ പറക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുള്ള വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കപ്പൽ മാർഗം ഇത്തരത്തിൽ ഈ കപ്പൽ ഗതാഗതത്തിന് തടയിടാനുള്ള ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചേർന്ന യോഗത്തിലൊക്കെ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിന് മുമ്പ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പ്രധാനമന്ത്രിയെ കണ്ട് കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള നയതന്ത്ര ഇടപാടുകളെ കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമപാത അടച്ചുകൊണ്ട് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന് മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇന്ന് ചേർന്ന ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ഒപ്പം തന്നെ സുരക്ഷാകാര്യ സമിതി യോഗത്തിലും ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞ മറ്റു കാര്യങ്ങളിൽ ഈ വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്താനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചരക്ക് ഗതാഗതം അടക്കം പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അതിൽ ഉത്തരവ് നാളെയോടെ ഇറങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അതെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ ഈ മന്ത്രിമാർ ധരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് അല്പസമയത്തിന് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ഒപ്പം തന്നെ കരസേനാ മേധാവിമാർ ഉൾപ്പെടെയുള്ളവർ ഇനിയുള്ള നീക്കം, അതായത് ഉടനടി തന്നെ ഒരു തിരിച്ചടി നൽകണമെന്നുള്ള ഒരു ആവശ്യം ഇന്നത്തെ യോഗത്തിൽ ഉയരുകയും ചെയ്യുന്നു. കാരണം കുറച്ച് ദിവസമായി ഈ ഒരു ആക്രമണം നടന്നിട്ട്, അതുകൊണ്ട് തന്നെ ഇനിയും വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് കടന്നുകൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായും ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവരെ തിരിച്ചടിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വ്യോമപാത അടച്ചുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന് മേൽ കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് മുകളിൽ ഇനി പറക്കാൻ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് അനുമതിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ തിരിച്ചടികളുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ വ്യോമപാത അടച്ചിരിക്കുന്നു പാകിസ്ഥാന് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.